സോ ഇനിയിപ്പോൾ എൻ്റെ നെക്സ്റ്റ് റൈഡ് വീഡിയോ വരുന്നുണ്ട്. ഇറ്റ്സ് കമ്മിങ് സൂൺ. കാരണം ഇപ്പോൾ അതിൽ ഞാൻ എന്തായാലും ഇത് ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഹെൽമെറ്റ് നിങ്ങൾ ആദ്യമായിട്ട് തലയിൽ വെക്കുമ്പോഴല്ലോ കുറച്ച് വലുപ്പമൊക്കെ നിങ്ങൾക്ക് തോന്നും. ആൻഡ് ഇതിൻ്റെ പിൻലോക്ക് ഒരു രക്ഷയില്ല, മാരക സാധനമാണ്. നൈറ്റ് വിഷനിലാണെങ്കിലും ഡേയിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും നല്ല വിഷനും, അതുപോലെ തന്നെ നൈറ്റ് ടൈമിൽ ഈ പ്ലെയിൻ വൈസർ ഇട്ടത് തന്നെ നല്ല അടിപൊളിയാണ്. ആൻഡ് ടു ബി ഓണസ്റ്റ് ഞാനിപ്പോൾ ഒരു 2, 3, 4 തവണയൊക്കെ ഉപയോഗിച്ചുള്ളൂ. ബട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഓവറോൾ ഈ ഹെൽമെറ്റ് ഒരു നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫൈനലി നമ്മുടെ ആക്സോറിൻ്റെ പുതിയൊരു ഹെൽമെറ്റ് മേടിച്ചിട്ട് കുറച്ച് ദിവസമായി. കാരണം ഞാൻ എൻ്റെ ഷോർട്സൊക്കെ ഇട്ടിരുന്നു. എടുത്തത് ഫുൾ ബ്ലാക്ക് ആണ്. സോ ഞാനത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ അൺബോക്സ് ചെയ്യുവാണ്. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ്. സോ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതിൻ്റെ അകത്തോട്ട് വരുന്നത്. ആൻഡ് ആഡ് ഓൺസ് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് ആഡ് ഓൺസ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഒരു 2-3 സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഒന്ന് ആക്സോർ ഹെൽമെറ്റ്സ് എന്ന് പറയുന്ന സ്റ്റിക്കർ. ഇത് എക്സ്ട്രാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ റിഫ്ലക്ടറാണ്. സോ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽമെറ്റിൻ്റെ പുറകിലോ വണ്ടിയുടെ പുറകിലൊക്കെ ഒട്ടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതിലിപ്പോൾ നിലവിൽ ബി പോസിറ്റീവ് ഞാൻ എടുത്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടി എടുത്തായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു വാർണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് ഡോണ്ട് റിമൂവ് ദ ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു സാധനങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതാ ഒരു ബ്യൂട്ടിഫുൾ, നമുക്ക് വേണമെങ്കിൽ ഹെൽമെറ്റിൻ്റെ കവർ എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു സാധനം. സോ നമുക്കതങ്ങ് തുറക്കാം. സോ ഇതാണ് ഞാൻ പുതുതായിട്ട് എടുത്ത ഹെൽമെറ്റ്. സോ ഞാനിതിൽ അഡീഷണലി ഇതെൻ്റെ ഈ ആക്ഷൻ പ്രോയുടെ മൗണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഗോപ്രോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അഡീഷണലി ഞാൻ 2 ജെ മൗണ്ട് ഞാൻ മേടിച്ചു. സോ ഫസ്റ്റ് 2 ജെ മൗണ്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. സോ ഞാനെടുത്ത് ഫുൾ ബ്ലാക്ക് എഡിഷൻ ആട്ടോ. സോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ ഇവിടെ ഞാൻ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഞാനിവിടെ ഒട്ടിച്ചു. ഫുൾ ബ്ലാക്ക് ആണ്. സോ ഇതെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ ഹെൽമെറ്റ് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ റീസൺ പറയാം ഗൈസ്. സോ ഇതാണ് ഞാനിപ്പോൾ നിലവിൽ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്. ഇതാണ്. സോ ഇതിൽ ഓൾറെഡി ഞാൻ ഇവിടെ ഇങ്ങനെ ഗോപ്രോ സെറ്റ് ചെയ്യാനുള്ള മൗണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന വേഗ ബോൾട്ടിൻ്റെയാണ്. പക്ഷേ ഇത് ഞാൻ എടുക്കുന്നോ ഒന്നുമില്ല. ഇതെൻ്റെ റെഗുലർ യൂസിനും, അതുപോലെ തന്നെ ആക്സോർ എൻ്റെ നിലവിലെ റൈഡിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാൻ പുറത്ത് ഇവൻറ്റിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. ആൻഡ് ഇതിൻ്റെ അകത്തൊരു എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി, ഇതുങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് സിംഗിൾ വൈസറാണ് വരുന്നത്. ബട്ട് സിംഗിൾ വൈസറാണ്. ഇതിനകത്ത് ഡബിൾ വൈസറാണ്. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ആൻഡ് ഇതിപ്പോൾ ഏകദേശം ഞാനൊരു 1.5 വർഷമായി ഉപയോഗിക്കുന്നു. ഞാനിവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. ഓക്കെ, ലൈഫ് ഈസ് എ ജേർണി, എൻജോയ് ദ റൈഡ് എന്നും പറഞ്ഞത് എൻ്റെ ഇവിടെ സിമ്പിൾ ഒട്ടിച്ചു. സോ ഞാൻ ബേസിക്കലി ബ്ലാക്ക് ലവർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ബ്ലാക്കാണ്. സോ ഞാൻ അന്ന് ഈ വേഗ ബോൾട്ടിൻ്റെ ഈ ഒരു ഹെൽമെറ്റ് എടുത്ത സമയത്ത് ഞാൻ ഫുൾ ബ്ലാക്ക് ചോദിച്ചതാണ്. പക്ഷേ അവരുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനിതിലിപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സ്ട്രാഫിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്തൊരു മൈനസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിരുന്നതുണ്ടോ, ഈ വിൻഡിൻ്റെ കണ്ടോ. സോ ഇത് ഇങ്ങനെ മടങ്ങും. സോ ഞാൻ റിസ്ക് എടുക്കാൻ തോന്നിയില്ല എനിക്ക് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാനത് ഒട്ടിച്ചത്. ആൻഡ് ആക്ഷൻ പ്രോയുടെയാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാ സാധനത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ആൻഡ് ഇത് ഞാൻ മേടിച്ചത് നമ്മുടെ കോട്ടയം ജെറോണിൽ നിന്നാട്ടോ മേടിച്ചത്. സോ ഇതുവരെ ആരും ആ ഷോർട്സ് കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് പോയി ചെക്കൗട്ട് ചെയ്യുക. എവിടെ നിന്നാണ് മേടിച്ചെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇൻ കേസ് ഞാൻ ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒന്ന് ഞാൻ ജെറോണിൽ പോകാൻ സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ കൂടെ ഇടുന്നതായിരിക്കും. സോ ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ഹെൽമെറ്റിലേക്ക് നോക്കാം. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇതൊരു നോർമലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഇതൊരു നോർമൽ സ്റ്റാഫാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ലെറ്റ്സ് ഗോ ടു അവർ ന്യൂ ഹെൽമെറ്റ്. സോ ഇതെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1, ഇതിൻ്റെ അകത്ത് ഡബിൾ വൈസറാണ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് വൈസർ.
സെക്കൻഡ് വൈസറിൻ്റെ ബട്ടൺ ഇവിടെ ഉണ്ട്. സോ ബ്ലാക്ക് വൈസറാണ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പിൻ ലോക്ക് ഉണ്ട്. സോ നമ്മൾ ഡ്യൂറിങ് റൈഡ്സ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴയത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പിൻ ലോക്കിൻ്റെ ഇവിടെ ഫോഗ് പിടിക്കുകയില്ല. സോ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ക്ലോത്തോ കാര്യങ്ങളോ കയ്യിൽ വെക്കണം, ഇത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ ഈ ഒരു ആക്സോർ തന്നെ എടുക്കാനുള്ളൊരു മെയിൻ റീസൺ. പിന്നെ ഞാൻ എൻ്റെ ഷോർട്സിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഗോപ്രോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് തന്നെ ഈ ഒരു ലെവലിൽ നിങ്ങൾക്കിപ്പോൾ എത്രമാത്രം കറക്റ്റ് കാണാൻ പറ്റുന്നത് ഈ ഒരു ലെവലിൽ ഈ ആക്ഷൻ പ്രോയുടെ സാധനം കൃത്യമായിട്ട് കിട്ടും. സോ അതും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ആക്സോറിൻ്റെ ഹെൽമെറ്റ് എടുത്തത്. പിന്നെ ഇതിപ്പോൾ നല്ലത് നോക്കുവാണെങ്കിൽ ഇതൊരു ഡബിൾ ഡിൻ ഹെൽമെറ്റാണ്. സോ ഇത് ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഡിഫിക്കൽട്ടി വരും. ബട്ട് ഞാൻ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് നിങ്ങളിത് രണ്ടും കൂട്ടിപ്പിടിക്കണം. എന്നിട്ടിത് രണ്ടും കൂടെ ഒന്നിച്ചിടണം. ഒന്നിച്ച് ഇട്ടതിന് ശേഷം ഒരെണ്ണം ഇങ്ങനെ അകത്തിയിട്ട് ഇതിൻ്റെ അകത്തേക്കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് വലിക്കണം. സോ ദിസ് ഈസ് ആക്ച്വലി സ്ട്രോങ്. പിന്നെ ഒരിക്കലും ഈ സാധനം പോകത്തില്ല. പിന്നെ ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, നിങ്ങൾക്ക് നേരെ ഇതിലോട്ട് കണക്ട് ചെയ്യാം. സോ എക്സസ് ആയിട്ടുള്ളത് അങ്ങനെ പൊക്കോളും. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നോർമൽ ആയിട്ടുള്ള ഇതിലും ഈ ഇതിലും ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നല്ലത്. കാരണം ഇത് ഭയങ്കര സെക്യൂറാണ്. ബട്ട് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും ലൈക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ തലയിടിച്ച് വീണ് കഴിയുമ്പോഴത്തേക്കും ഹെൽമെറ്റ് തുറന്നു കഴിഞ്ഞാൽ. സോ അത് ആക്ച്വലി ഒരു കാരണവശാലും ഒരു കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇൻ കേസ് നിങ്ങളെ വീഴുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തുമാത്രം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അകത്ത് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്നറിയില്ല. ഇൻ കേസ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വാർണിംഗ് തരുന്നത്. അതായത് ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് അതായത് ഹെൽമെറ്റ് നമ്മൾ റിമൂവ് ചെയ്യാതെ ഡോക്ടറുടെ മെഡിക്കൽ അസിസ്റ്റിന് ശേഷം മാത്രം ഹെൽമെറ്റ് ഊരാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്ര അറിയത്തില്ല അത് എങ്ങനെയാണ് ഊരേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. വളരെ ചുരുക്കം ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ആൻഡ് ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് റിമൂവ് ചെയ്യാതെ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഹെൽമെറ്റ് ഊരാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇത്രയും നാളും ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട്, സോ ഇതിപ്പോൾ ഇടുന്നത് കാണിച്ചത് ഇതാ ഇങ്ങനെയാണ്. സോ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. സോ ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഭീമാകാരം പോലെ എനിക്ക് തോന്നി. ബട്ട് വളരെയധികം കംഫർട്ടബിളാണ്. യൂഷ്വലി എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റുള്ള ഹെൽമെറ്റ്സിനോട് താല്പര്യമില്ല. പക്ഷേ ഇതൊരു ഉപയോഗിച്ചതിന് ശേഷം ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ. ആൻഡ് ഇത് മേടിക്കാൻ ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഹെൽമെറ്റ് ഇട്ടേക്കുവാണ്. സോ ഈ രണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റുക. ഓക്കെ, എന്നിട്ട് നിലവിൽ ഇതൊന്ന് അകത്തിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വലിക്കുക. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലോക്ക്. പിന്നെ നമുക്ക് തന്നെ എക്സസ് ഉള്ളത് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ നിങ്ങൾ ഹെൽമെറ്റ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഹെൽമെറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ചിൻ, അതായത് ഈ ഒരു ചിൻ നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെ നോക്കണം, ഷേക്ക് ചെയ്യുന്നുണ്ട് നോക്കണം. ഷേക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ റിയലി ടൈറ്റ്. ആ ഒരു ഹെൽമെറ്റ് എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത് ഊരുക എന്ന് പറയുന്നത് ഇതിങ്ങനെ ഊരിയിട്ട് ജസ്റ്റ് ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞു പോരും. സോ ഓവറോൾ ഇറ്റ്സ് റിയലി സേഫ്. അതുപോലെ തന്നെ ഞാൻ ആക്ച്വലി എൻ്റെ കുറച്ച് ആക്സസറീസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ഞാൻ ഇൻ്റർകോം സിസ്റ്റം ഒക്കെ പിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ അപ്പം എൻ്റെ വേഗാ ബോൾട്ടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ വെക്കാനുള്ളൊരു സെറ്റപ്പ് ഇതിൻ്റെ അകത്തില്ല. സോ ഞാനിപ്പോൾ നിലവിൽ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പ്രോയുടെ ഒരു മൗണ്ടും പിടിപ്പിച്ചിട്ടുണ്ട്. സോ ഒരു മൈക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ആൻഡ് ടു ബി ഓണേഴ്സ് ഞാനത് 1-2 വട്ടമൊക്കെ ഉപയോഗിച്ച് നോക്കി. ആൻഡ് ഐ ആം റിയലി കംഫർട്ടബിൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡബിൾ വൈസർ ഇറ്റ്സ് റിയലി അമേസിങ്. അതുപോലെ തന്നെ നൈറ്റ് വിഷൻ ഇതുവരെ ആരും ചിലപ്പോൾ ഒരു വീഡിയോയിലും പറയാത്തൊരു കാര്യമുണ്ട്. സാധാരണ നമ്മളിപ്പം ഒരു നോർമൽ ഹെൽമെറ്റിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ രാത്രിയൊക്കെ പോകുമ്പോൾ നമ്മുടെ വൈസർ അതായത് പ്ലെയിൻ വൈസർ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതായത് എതിരെ വരുന്ന വണ്ടി ലൈറ്റ് അടിക്കുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് രാത്രി ഞാൻ പോയി നോക്കി ആൻഡ് ഹെൽമെറ്റ് വാസ് ക്ലോസ്. നമ്മുടെ ഡബിൾ വൈസറുള്ള സിംഗിൾ വൈസർ അതായത് പ്ലെയിൻ വൈസർ മാത്രമേ ഉണ്ടായിരുന്നു. പിൻലോക്കുള്ള വിഷൻ നല്ല പോലെ കിട്ടുന്നുണ്ട്. ആ ഒരു ഗ്ലെയറോ എക്സ്ട്രാ ഗ്ലെയറും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ആൻഡ് പ്രോപ്പർ വ്യൂവും കാര്യങ്ങളൊക്കെ അമേസിങ് ആയിരുന്നു. ആൻഡ് ടു ബി ഓണസ്റ്റ് നിങ്ങളിപ്പോൾ നിലവിലൊരു 5,000 റുപ്പീസിൻ്റെ അകത്ത് ഒരു ഹെൽമെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് വൺ.
ഞാനെടുത്ത ഫുൾ ബ്ലാക്ക് ആണ്. ഇതിൻ്റെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. ഞാൻ ആക്ച്വലി ഫുൾ ബ്ലാക്കിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ഒരു ട്രാൻസ് എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. അതവിടെ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെക്കൻഡറി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആണ്. സോ എൻ്റെ എനി ടൈം ഞാനൊരു ബ്ലാക്ക് ലവറാണ്. സോ ഈവൻ നിങ്ങളെൻ്റെ ടീഷർട്ട് നോക്കി കഴിഞ്ഞാൽ ഞാൻ മോസ്റ്റ്ലി എൻ്റെ 99% എല്ലാ ഡ്രസ്സും എല്ലാം ബ്ലാക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഒരു മൗണ്ടും കൂടെ എടുത്തായിരുന്നു. സോ ഇത് നോർമലി നമ്മുടെ ആക്ഷൻ പ്രോയുടെ കയ്യിൽ വരുന്ന ജെ മൗണ്ടാണ്. സോ ഞാനത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇറ്റ്സ് റിയലി സിമ്പിൾ. അതായത് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ താഴോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റായി. സോ ഇത് നോർമൽ ജെ മൗണ്ടാണ്. സോ ഇനി നിങ്ങൾക്ക് ഒരു മൗണ്ടും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. സോ പലരും ഗോപ്രോയിൽ നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ നിലവിൽ 9:16 ആക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ ഷോർട്സിലോ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു മൗണ്ടാണ്. ഇതും ആക്ഷൻ പ്രോയുടെ തന്നെ മൗണ്ടാണ്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സെയിം ക്ലിപ്പ് ചെയ്യുക. ആൻഡ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ 360 റൊട്ടേറ്റ് ചെയ്യാം. മനസ്സിലായോ? സോ ഇതിങ്ങനെ നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്യാം. സോ ഇത് മേടിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 360 മൗണ്ട് മേടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നോർമലി നമ്മൾ പലപ്പോഴും ആംഗിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഗോപ്രോയിൽ നമ്മുടെ ക്യുക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്ലിക്കേഷനിലാണ് ഫോണിലാണ് നമ്മൾ ആംഗിൾ നോക്കുന്നത്. ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. സോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു 360 മൗണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. സോ ഇത് നോർമലിൽ നമുക്ക് പറ്റത്തില്ല. ആൻഡ് സെക്കൻഡറി ഇൻ കേസ് ഇനി എനിക്ക് വല്ല ഷോർട്സിനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഈ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യണത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയും സെറ്റാവും. സോ അങ്ങനെ രണ്ട് ഉപയോഗം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു എക്സ്ട്രാ മൗണ്ട് ഞാൻ മേടിച്ചത്. സോ ഇത് നോർമൽ മൗണ്ടിനേക്കാളും കുറച്ചും കൂടെ പൊക്കം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഞാൻ എക്സ്ട്രാ മേടിച്ച് ഇപ്പം ചെറിയൊരു ചേഞ്ചും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ മൗണ്ടിന്. സോ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ നട്ടായിരുന്നു വരുന്നത്. സോ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു നട്ട്. അപ്പോൾ നോർമൽ എന്നാ വെച്ചാൽ ആൾക്കാർ ഒരുപാട് തിരിച്ച് ചെയ്യുമ്പം ഈ നട്ട് ഇവിടെ നിന്ന് പൊട്ടിപ്പോവും. സോ അതിനിപ്പോൾ നിലവിൽ ഇവർ പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാത്തിനും സെയിം തന്നെ കേട്ടോ. ഇവിടെ ഓപ്പൺ ആക്കി, അവർ ഇവിടെ നല്ലൊരു നട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു ഓപ്പൺ ആക്കി. സോ നിങ്ങൾ എത്ര തിരിച്ചാലും ഈ നട്ട് പൊട്ടിപ്പോകുമെന്ന് പേടിക്കണ്ട. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഇതുപോലത്തെ ഒരു 10 എണ്ണം എക്സ്ട്രാ ഓർഡർ ചെയ്തു. ബിക്കോസ് എൻ്റെ കയ്യിലും 1-2 സാധനങ്ങൾ മാറേണ്ട കാര്യമുള്ളത് കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി കമ്മിങ് വീഡിയോസിൽ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ആൻഡ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് എന്തിനാണ് ഈ റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം. സോ നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ കാലിലെ കുറേ തൊലി പോയതിന് ശേഷം നമ്മൾ അയ്യോ അന്ന് എനിക്ക് റൈഡിങ് ഗിയേഴ്സ് മേടിച്ചാൽ മതിയായിരുന്നു എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ നിങ്ങളിപ്പോൾ ഒരു ബൈക്ക് മേടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിക്കാൻ അല്ലെങ്കിൽ സ്കൂട്ടർ മേടിക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ സജഷൻ, ഇപ്പം നിങ്ങളൊരു 1 ലക്ഷം രൂപയുടെ ബൈക്ക് അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ ബൈക്കാണ് മേടിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു 10 to 15% നിങ്ങളുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു നല്ല പ്രീമിയം ഹെൽമെറ്റ്, നല്ലൊരു ജാക്കറ്റ്, നല്ലൊരു പ്രീമിയം ഗ്ലൗസ്, അതുപോലെ നല്ല റൈഡിങ് ബൂട്ട്. ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള റൈഡിങ് ബൂട്ട്സ് ഉണ്ട്. ബട്ട് ഐ പേഴ്സണലി സജസ്റ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബക്കാ ബൂസിയുടെ റൈഡിങ് ഷൂസാണ്. അഫോർഡബിൾ ആയിട്ടുള്ള റൈഡിങ് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടയം ജെറോണിൽ പോയി കഴിഞ്ഞാൽ ഒരു 50 to 70% ഓഫർ എല്ലാ പ്രൊഡക്ട്സിനും അവരുടെ ഉണ്ട്. ഈവൻ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ സെക്കൻഡറി ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന റൈഡിങ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ RR ഗിയേഴ്സിൻ്റെ ആണ്. അതുപോലെ തന്നെ ഗ്ലൗസ് റൈനോക്സിൻ്റെ എയർ GT, അതുപോലെ തന്നെ റൈഡിങ് ഷൂസ് ബക്കാബൂസിയുടെയാണ്. സോ ബക്കാബൂസി ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒക്കെ ഒരു 2000 അറൗണ്ട് റുപ്പീസിന് സുഖമായിട്ട് കിട്ടും. ആൻഡ് ഹോണസ്റ്റ്ലി പറയുവാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ഹെൽമെറ്റ്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു. ഞാൻ ഒരുപാട് ലോങ് ഒന്നും ആക്കുന്നില്ല വീഡിയോ. ആൻഡ് മാക്സിമം കാണുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.